യോന അധ്യായം 3. യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്കുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നീനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പുസ്തകം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ട യഹോവയുടെ കൽപ്പന പ്രകാരം നീനവയിലേക്ക് ചെന്നു. എന്നാൽ നീനവെ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്നു. ആദ്യം ഒരു ദിവസത്തെ വഴിയെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ എന്മൂലമാകുമെന്ന് ഘോഷിച്ചു വന്നു. എന്നാൽ നീനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ ഏറ്റെടുത്തു. വർത്തമാനം നിനവെ രാജാവിന്റെ അടുക്കലെത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി വെച്ചിട്ട് 8 പതിച്ച് വെണ്ണീരിലിരുന്നു. അവൻ നിനവയിലെങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്നാൽ, രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്. മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും 8 പതിച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കിലുള്ള സാഹസവും വിട്ട് മനംതിരികയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടു മാറുമായിരിക്കും. ആർക്കറിയാം, അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളെ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്നരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയതുമില്ല.